ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും കുറച്ച് ചുവന്നുള്ളി കൂടെ ചേർത്ത് ഈ ഒരു തേങ്ങ നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ ഇതിലേക്ക് പൊടിയെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഡബിളായിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അടുത്തായിട്ട് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതൊരു 1/4 കപ്പിൻ്റെ അടുത്ത് റവ ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ മൊത്തമായിട്ട് നമ്മളിതിലേക്ക് 1/2 കപ്പിനടുത്ത് പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു 2 കപ്പ് വെള്ളത്തിലേക്ക് നല്ല കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കാൻ ഇഷ്ടമെങ്കിൽ നമ്മൾ തേങ്ങ ക്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് തേങ്ങ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല ആ ഒരു ചൂടോട് കൂടെ തന്നെ ഇതിനൊന്ന് കുഴച്ചെടുക്കാം. നല്ല ചൂടിൽ തന്നെ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് ഇത് നല്ല ഒരു കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പത്തിരിയൊക്കെ കുഴച്ചെടുക്കുന്ന സെയിം രീതിയിൽ തന്നെ കയ്യിൽ കുറച്ചൊന്ന് വെള്ളമാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. ഇനി റവയും മൈദയും ചേർത്ത് കൊടുക്കാതെ അരിപ്പൊടി മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു പൊരിച്ച പത്തിരി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലൊരു പലകയിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവിൽ നിന്ന് പകുതി എടുത്ത് ഇതുപോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ റോളർ യൂസ് ചെയ്തിട്ടോ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരുപാട് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കരുത്, അത്യാവശ്യം ഒരു കട്ടിയിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പൊക്കെ വെച്ചിട്ട് ഇതേ ഒരു രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കുറച്ചൊരു കട്ടിയിൽ വേണം കേട്ടോ നമ്മുടെ ഈ ഒരു പത്തിരി കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് തിന്നായി പോകരുത്. ഇനി നമ്മളത് ഇതുപോലെ ഇങ്ങനെ പീസാക്കി എടുത്തതിന് ശേഷം ബാലൻസ് ഉള്ളത് വീണ്ടും കുഴച്ചെടുത്ത് പരത്തിയെടുത്ത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് പൊടി വെച്ചിട്ട് ഞാനിതാ അവിടെ ഇത്രയും പത്തിരിയാണ് കേട്ടോ അവിടെ പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും അത്യാവശ്യം 1 ഇഞ്ചോളം കനത്തിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കട്ടിയിലെങ്കിലും വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഓരോന്നും നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്കിത് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത രീതിയിൽ നല്ല പോലെ കുക്കായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, ഈവനിങ് സ്നാക്കായിട്ടും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈവനിങ് സ്നാക്കിനൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സ്പൈസി ആക്കിയിട്ടൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കി എടുത്തതുകൊണ്ട് തന്നെ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾഭാഗത്ത് കുക്കായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഞാനിപ്പോൾ അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എല്ലാ പത്തിരിയും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്, പുറംഭാഗം ചെറിയൊരു ക്രിസ്പിനെസ്സോട് കൂടെ തന്നെയാണുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.